ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്നതൊക്കെ സമയത്തെ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കാറില്ലേ? ഞാനും അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ കൂട്ടുകാരുമായിട്ട് പോയി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുവേ, എന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നത് തന്നെ കഴിക്കാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യണം എന്നുള്ളത് കേട്ടോ. പക്ഷേ എൻ്റെ കൂട്ടുകാരപ്പം എന്നെ കളിയാക്കുവേ, ഇവളിപ്പോൾ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യും ചിക്കൻ നൂഡിൽസ് എന്നുള്ളത്. സത്യം കേട്ടോ, ഞാൻ എന്തൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് പോയാലും അവസാനം ഞാൻ എത്തിയിരിക്കുന്നത് ചിക്കൻ നൂഡിൽസിലായിരിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇത് ശരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിച്ചു തുടങ്ങിയത്. ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ ഇത് മനസ്സിലായി, ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കേട്ടോ. അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. ഒരു 2-3 മുട്ടയ്ക്കകത്തോട്ട് ഞാനൊരു കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ നൂഡിൽസ് ഹൈ ഫ്ലെയിമിലിട്ട് ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ തുടങ്ങാവുള്ളേ. അപ്പം ഞാൻ എഗ്ഗൊക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം പാനിലോട്ട് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ട് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തോട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗാർലിക്കും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 2-3 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റും കട്ട് ചെയ്താട്ടോ ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ വെജിറ്റബിൾ ഒന്ന് നല്ലപോലെ കുക്ക് ആവണമെന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയേ. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ ഡാർക്ക് സോയാ സോസും കുറച്ച് റെഡ് ചില്ലി സോസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മാത്രം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണം. ഈ സോയാ സോസും ഒക്കെ ഒഴിക്കുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ലോ ഫ്ലെയിം ആക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്നേക്കും. ഇത് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന നൂഡിൽസും ആട്ടോ. നമ്മൾ ഈ നൂഡിൽസും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ ഈ നൂഡിൽസും വേവിച്ച് വെച്ച് വെജിറ്റബിളും കട്ട് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്കിത് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലാട്ടോ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ നൂഡിൽസിൽ നമ്മളിട്ട സാധനങ്ങളെല്ലാം എത്തുന്ന രീതി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. അപ്പം ഞാൻ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഈ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. ചിക്കൻ നൂഡിൽസ് എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ഞാനിതിൽ എഗ്ഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി പിന്നെ കാണാവേ. ബൈ.